ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ ഈ ജനറൽ ഡിബേറ്റിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നോക്കൂ, ഈ സമരത്തിന്റെ ഒരു ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് സംശയം തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആ സമരവേദിയിൽ നിന്നും ഉയർന്നത്. അതിലെ ചില പ്രധാനപ്പെട്ട ചില മുദ്രാവാക്യങ്ങളായിരുന്നു ഉമർ ഖാലിദിനെ വിട്ടയക്കുക, ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുക തുടങ്ങി. അതായത് ഈ രാജ്യത്തെ വിഘടനവാദികൾ ഉന്നയിക്കുന്ന, ഈ രാജ്യം അന്തഛിദ്രമാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾക്കുള്ള വേദിയായി ഈ സമരപന്തൽ മാറുന്ന കാഴ്ച കണ്ടു. അതുതന്നെയാണ് ഈ സമരത്തിൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് സംശയം ജനിപ്പിക്കുന്നതും. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം കമ്മീഷൻ ചെയ്ത ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിൻ്റെ അഭിമാനമാണ്, അത് എറിഞ്ഞു തകർത്തിരിക്കുകയാണ് പ്രക്ഷോഭകാരികൾ. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ് എന്ന് വളരെ കൃത്യമാവുകയാണ്. നിലിമ, ഒരു ജെനുവിൻ കോസിന് വേണ്ടി യുവജനങ്ങൾ തെരുവിലിറങ്ങുന്നതിനെ നിയന്ത്രിക്കാനാവില്ല, അല്ലെങ്കിൽ തടയാനാവില്ല. അതവരുടെ ജനാധിപത്യപരമായ അവകാശമാണ്. പക്ഷേ അങ്ങനൊരു നോൺ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്, അതായത് നാഥനില്ല കളരി എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രത്യേക കൃത്യമായൊരു നേതാവോ ഒരു ഘടനയോ അല്ലെങ്കിൽ ആരോടാണ് ചോദിക്കേണ്ടതെന്ന് അറിയാത്ത രീതിയിൽ ഒരു കൂട്ടം ആളുകൾ, ഒരു ആൾക്കൂട്ടം മോബായി ഒരു ന്യായമായ വിഷയത്തിനാണെങ്കിൽ പോലും ജൈവികമായി ഇറങ്ങുമ്പോൾ, വളരെ ജൈവികമായി ഇറങ്ങുന്ന അതിനിടയിലേക്ക് കൃത്യമായ അജണ്ടകളോടുകൂടി ചിലർ കടന്നു വരുന്നത് എക്കാലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലെ പ്രക്ഷോഭങ്ങളിലും സമാനമായ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഉയരേണ്ട മുദ്രാവാക്യം എന്താണ്? നീറ്റ് പരീക്ഷയാണ് യുവജനങ്ങളുടെ വിഷയം, തൊഴിലില്ലായ്മയാണ് വിഷയം, അടിസ്ഥാനപരമായ ആവശ്യമാണ്. അത് ജൻസി പ്രക്ഷോഭകാരികൾ ജെനുവിൻ ഡിമാൻഡാണ്. വിശ്വാസ്യത ഉണ്ടാകണം, പരീക്ഷാ നടത്തിപ്പിൽ വിശ്വാസ്യത ഉണ്ടാകണം. നിരന്തരം ഉണ്ടാകുന്ന ചോദ്യപേപ്പർ ചോർച്ച, അത് UPAയുടെ കാലത്താണെങ്കിലും NDAയുടെ കാലത്താണെങ്കിലും ചോർച്ച തന്നെയാണ്. സംവിധാനത്തിലെ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യത ഭാഗികമായിട്ടെങ്കിലും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതേക്കുറിച്ച് പ്രതിഷേധിക്കാൻ അവർക്ക്, അത് മാത്രമല്ല കുറച്ചുകൂടി മെച്ചപ്പെട്ട പരീക്ഷാ സംവിധാനം ഉണ്ടാകാനുള്ള അവകാശമുണ്ട്. അത് അവരുടെ നിലനിൽപ്പിൻ്റെ വിഷയം കൂടിയാണ്, അവരുടെ ഭാവിയുടെ വിഷയമാണ്. അത് ഒരു ജെനുവിൻ വിഷയമായി നിൽക്കെ അതിനിടയിലേക്ക് കടന്നു വരുന്നത് തടയാനാവുമോ? അതാണ് കാതലായ ചോദ്യം. തൽപര കക്ഷികൾ ഉമർ ഖാലിദിനെ വിട്ടയക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളോടുകൂടി ചില പ്രസ്ഥാനങ്ങൾ ഇതിനിടയിലേക്ക് കടന്നു വരണം. അല്ലാതെ വന്നാൽ അത് ശ്രദ്ധിക്കപ്പെടും. പെട്ടെന്ന് തന്നെ ഈ രാജ്യവിരുദ്ധ ശക്തികൾ നേരിട്ട് പ്രക്ഷോഭവുമായി ഇറങ്ങുകയാണെങ്കിൽ അത് അടിച്ചമർത്താൻ എളുപ്പമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ജനകീയ പ്രക്ഷോഭത്തിൽ രാജ്യവിരുദ്ധ ശക്തികൾ കടന്നു വരികയാണെങ്കിൽ ആദ്യമൊന്നും അത് നോട്ട് ചെയ്യപ്പെടില്ല. പക്ഷേ ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയരുകയാണെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ പിന്നിലെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ന്യായമായ സംശയങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെയുള്ള അരാഷ്ട്രീയ കൂട്ടായ്മകൾ, അവർക്ക് പ്രക്ഷോഭം നടത്താൻ അവകാശമുണ്ട്, അത് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ്. പക്ഷേ അതിന് ഉത്തരവാദപ്പെട്ടവർ, ഇപ്പോൾ അഭിജിത്ത് ദീപ്കെ എന്നയാൾ ഒരു പാർട്ടിയുടെ നേതാവല്ല, അദ്ദേഹം ഒരു പാർട്ടിയുടെയും പ്രസിഡന്റ് അല്ല. CJP എന്ന ആശയം അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ചൈൽഡാണ്. സോനം വാങ്ചുക് ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, വിദ്യാഭ്യാസ പ്രവർത്തകനാണ്, പരിസ്ഥിതി പ്രവർത്തകനാണ്, എൻജിനീയറാണ്. അദ്ദേഹത്തിന് പല കാര്യങ്ങളും പ്രതികരിക്കാൻ അവകാശമുണ്ട്. അതായത്, പക്ഷേ ഈ പറയുന്ന കൺവെൻഷണൽ സെൻസിൽ ഒരു കോക്രോച്ച് അല്ല. അദ്ദേഹം കോക്രോച്ചിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ആളുകളെയെല്ലാം തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുക എന്നത് ഒരു ഗവൺമെൻറ് ചെയ്യുകയാണെങ്കിൽ അതും ന്യായമല്ല എന്ന് പറയേണ്ടി വരും. കാരണം അതല്ല, വ്യക്തികളെയല്ല, അവർ അഡ്രസ്സ് ചെയ്യുന്ന വിഷയമാണ് കൈകാര്യം ചെയ്യേണ്ടത്. അതിന് ഇപ്പോൾ കൃത്യമായി യുവരാജ് പറയുകയും ചെയ്തു, അതിൻ്റെ ഘടനാപരമായ ഒരു സ്ട്രക്ചറൽ റീവാമ്പിങ്ങിന് വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുന്നു. അതിനൊരു സമയം കൊടുക്കേണ്ടതുണ്ട്. അതിനല്ലാതെ കൃത്യമായി പറഞ്ഞാൽ വ്യക്തികളെ തേജോവധം ചെയ്യുക, വ്യക്തികളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുക, അതല്ല വേണ്ടത്. ഒരു പ്രവണതയെ ചെറുക്കാനുള്ള നടപടികളാണ് ഇവിടെ ആവശ്യം.